Hi students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 15ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ. ക്വസ്റ്റ്യൻ വായിക്കാം. In each of the arithmetic sequence below, some of the terms are not written but indicated by circle. Find out these numbers. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ? 6 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? സി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഫിൽ ദ ബ്ലാങ്ക്സ് ആണ് സംഭവം. ഓക്കെ, 2 നമ്പേഴ്സ് തന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എങ്ങനെയാടാ നോക്കിയേ. 01 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്ന് പറഞ്ഞേ. 24 42 പിന്നെ 2 ഡാഷസ് അല്ലേ? സോ ഈ 2 ഡാഷുമാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 നമ്പേഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അടുത്തടുത്ത 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എപ്പോഴും 2 നമ്പേഴ്സ് അത് അടുത്തടുത്ത നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു അത് തന്നെ എന്തുവാ? സെക്കൻഡ് ടേം മൈനസ് അല്ലേ? സെക്കൻഡ് ടേം അതിനകത്ത് 42 മൈനസ് 24 ചെയ്യണം അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എപ്പോഴും കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 18 കിട്ടും. ഓക്കെ, സോ മൈനസ് ചെയ്ത് നോക്കുക. 18 കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 2 ടേംസും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്തുവാ? 18 ആഡ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്തടുത്ത ടേംസ് കിട്ടും അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. 24ന്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോൾ 42 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദെർഫോർ 42ന്റെ കൂടെ 18 ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിയാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടും. ഓക്കെ, ഇനി 60യുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ 18 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 78 അല്ലേ? ഇങ്ങനെ കിട്ടും. നമുക്ക് ആൻസേഴ്സ് രണ്ടും കിട്ടി, 60ഉം 78ഉം. ഓക്കെ അല്ലേ? അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ കോമൺ ഡിഫറൻസ് നമുക്ക് 2 അടുത്തടുത്ത ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ള എല്ലാ ടേംസും കിട്ടും. പക്ഷേ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റൻ നോക്കിയടാ, ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ? ഈ ഒരു സെയിം പാറ്റേണിലാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ക്വസ്റ്റൻ തന്നെയാണ്. എന്തുവാ? നമുക്കൊരു ഡാഷ് പിന്നെ എന്തുവാ? 24 42 പിന്നെ ഡാഷ് അല്ലേ? കോമൺ ഡിഫറൻസ് സെയിമാ. കാരണം എന്താ? 24ഉം 42 തന്നെയാ. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? സെയിം തന്നെ. കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ ഇവിടെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ആണ്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര തന്നെ? 18 തന്നെയാണ്. അപ്പം 42 കഴിഞ്ഞാലുള്ള നമ്പർ എത്രയാ? 60 അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് നേരത്തെ ക്വസ്റ്റനിൽ. പക്ഷെ 24ന് മുമ്പുള്ള നമ്പർ എന്തുമായിരിക്കും? മൈനസ് ചെയ്യണം അല്ലെ? നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിവിടെ പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 18 അങ്ങ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 24 മൈനസ് 18 അങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ നമുക്ക് ആൻസർ 6 കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തുവാടാ? വ്യത്യാസം ഇല്ലല്ലേ? ഓക്കെ, എങ്ങനെയാ? ഡാഷ് കോമ ഡാഷ് പിന്നെ 24 42 എങ്ങനെയാടാ വരുന്നത്? സെയിം തന്നെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ അതേ നമ്പർ തന്നെ ഇടും, 6. പിന്നെ 6ന് മുമ്പിലത്തെ നമ്പർ നമുക്ക് കിട്ടേണ്ടത് എന്ത് ചെയ്താൽ മതി? 6 മൈനസ് 18 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം 6 എഴുതണം, പിന്നെ മൈനസ് 18 വരണം അല്ലേ? കാരണം നമുക്ക് ആ ടേം എഴുതിയതിനു ശേഷം വേണം നമ്മൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? ഇങ്ങനെ മൈനസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും വലുതിന്ന് ചേർത്ത് കുറയ്ക്കണം. അപ്പോൾ 18 മൈനസ് 6 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടി. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷം വലുതിൻ്റെ സൈൻ ഏതാണ്? 18ന്റെ സൈൻ. 18ന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഏതാ? മൈനസ്. ഈ മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? മൈനസ് 12 ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഏത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു? തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളത്. പെട്ടെന്ന് പോകാം. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്തുവാടാ? 24 ഡാഷ് 42 ഡാഷ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ നമ്പേഴ്സ് അടുപ്പിച്ചാ വന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു നമ്പർ, അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ്, പിന്നെ അടുത്ത നമ്പർ, ഒറ്റ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം?
ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് സെയിം ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? കോമൺ ഡിഫറൻസ് ഇസിക്കൽ ടു എന്തുവാ? 42 മൈനസ് 24. നേരത്തെ ചെയ്ത പോലെ തന്നെ 18 നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തല്ല കിടക്കുന്നത്, ഒരു നമ്പർ കൂടെ കഴിഞ്ഞിട്ട് കിടക്കുന്നത്. അപ്പം ഒറ്റ നമ്പർ കഴിഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ നോക്കിയാൽ മതി. 1 കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ 2. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ നമ്പറിനെ നമ്മൾ അങ്ങ് 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ കോമൺ ഡിഫറൻസ് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 അല്ലേ? സി, ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. സെറ്റ് അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇടവിട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ജമ്പാന്ന് നോക്കണം. 1 and 2 ജംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഡിവൈഡഡ് ബൈ ചെയ്യുക. കോമൺ ഡിഫറൻസിന് കിട്ടിയ കോമൺ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 9 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 24 കഴിഞ്ഞാൽ പിന്നെ പ്ലസ് 9 ചെയ്യുക, അടുത്ത നമ്പർ കിട്ടും അല്ലേ? എത്രയാ? 33 കിട്ടി. ഇനി 33 പ്ലസ് 9 ചെയ്ത് നോക്കിയേ, 42 കിട്ടും. ഇനി 42 പ്ലസ് 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. എത്രയാ? 51 എന്നുള്ള അടുത്ത നമ്പറും കിട്ടും. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഫില്ലായി. നമുക്ക് എന്താ? 24 കഴിഞ്ഞാൽ പിന്നെ 33 പിന്നെ 42 51. ഇതാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഫില്ല് ചെയ്തത്. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ ജമ്പിങ്ങിന്റെ കാര്യം എത്രയാണോ ജമ്പിങ് അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക കോമൺ ഡിഫറൻസിൽ. അപ്പൊ അടുത്ത ക്വസ്റ്റിന് നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയടാ, എന്തോടാ? ഡാഷ് 24 ഡാഷ് 42 അല്ലേ? അപ്പൊ നോക്കിയേ, ഇതിനകത്തും അങ്ങനെ തന്നെയാ. സെയിം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെ. എന്തുവാ? നമുക്ക് രണ്ട് ജംസ് ആണ് അല്ലേ? 1 and 2. നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? കോമൺ ഡിഫറൻസിന് മാറ്റമില്ല, 18 തന്നെയാണ് നമ്മുടെ നേരത്തെ അതേ കോമൺ ഡിഫറൻസ് അല്ലേ? നിങ്ങൾ ബുക്ക് എടുക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെയ്ത് പോകണം, എഴുതി പോകണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നിർത്തി ഒന്ന് കണ്ടു പോകണം. പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ കോമൺ ഡിഫറൻസ് 18 തന്നെയാണല്ലോ. എത്ര ജമ്പ് ഉണ്ട്? 2 ജമ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 18 ഡിവൈഡ് ബൈ 2 എത്രയാ? 9. നമുക്ക് നേരത്തെ ഇവിടെ ആൻസർ കിട്ടിയായിരുന്നു. എത്രയാ? 33. അതിന് വലിയ മാറ്റമൊന്നുമില്ല. 9 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 24ന് മുമ്പത്തെ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 24 മൈനസ് 9 ചെയ്താൽ മതി അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. അപ്പോൾ 15 ആൻസർ കിട്ടും. 15 ആണ് നമ്മുടെ ആൻസർ. സെറ്റ് അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റിന് സിമ്പിൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് പോയാലോ? ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് വായിച്ചടാ. 24 ഡാഷ് പിന്നെയും ഡാഷ് പിന്നെ എന്തുവാ? 42. സെയിം പാറ്റേൺ, സെയിം ക്വസ്റ്റ്യൻ. പക്ഷെ എത്ര ഡാഷ് ഉണ്ട്? 2 ഡാഷ് ഉണ്ട്. നമ്പേഴ്സിനൊന്നും മാറ്റമില്ലല്ലോ. അപ്പൊ കോമൺ ഡിഫറൻസ് ഇവിടുത്തെ സെയിം കോമൺ ഡിഫറൻസ് തന്നെയാണ് 18 അല്ലേ? അപ്പം പക്ഷെ നോക്കിയേ, 1 2 3 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 3 വെച്ച്. സിമ്പിൾ അല്ലേ? പരീക്ഷയ്ക്ക് വരും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 18 ഡിവൈഡഡ് ബൈ 3 അങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി അങ്ങ് നമ്പർ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്യാം? 24 കഴിഞ്ഞാൽ പ്ലസ് 6 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നമ്പർ കിട്ടും. എത്രയാ? നമുക്ക് 30 കിട്ടും. ഇനി 30 പ്ലസ് 6 ആണ് എന്ത്? 36. ഇനി 36 പ്ലസ് 6 ആണ് എന്ത്? 42 അല്ലേ? കറക്റ്റായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് കിട്ടി. 24, 30, 36, 42. സെറ്റ് അല്ലേ? അങ്ങനെ അടുത്ത മാറ്റിക് സീക്വൻസ് പോകും. സെറ്റ് അല്ലേ? അപ്പോൾ നല്ല സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു അല്ലേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് എപ്പോൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോവാതെ കിട്ടും. പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, പല പല ക്വസ്റ്റ്യൻസ് എടുക്കുക, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.